2000-ലാണ് ഏഷ്യാനെറ്റിൽ വന്ന നിഴലുകൾ എന്ന് പറഞ്ഞ ഹൊറർ സീരിയലാണ് ഞാൻ ഫസ്റ്റ് ക്യാമറേനെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നത്. കൊച്ചുകുട്ടിയിൽ പ്രേതമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അത്രയും റിയൽ ആയിട്ട് പ്രേതമാണോ? റിയൽ ആയിട്ട് പ്രേതമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് തന്നെ കിടക്കാനും ഭയങ്കര പേടിയാ. പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണയം അടിപൊളിയല്ലേ? എപ്പോഴും പ്രണയമാണല്ലോ ഒരു മനുഷ്യനെ എന്താ മുന്നോട്ടേക്ക്. പ്രണയമില്ലാത്തൊരു സ്ഥലം ലൈക്ക് മരുഭൂമി പോലെയാണെന്നല്ലേ പറയാറ്. പക്ഷെ ഇവിടുത്തെ നിങ്ങളുടെ മരുഭൂമി അടിപൊളിയാട്ടോ. നമസ്കാരം. ഔർ TV 24/7 ഇന്ന് അതിഥിയായി കിട്ടിയിരിക്കുന്ന നമ്മുടെ ഒരു ഡാൻസറാണ്, സിനിമ ആർട്ടിസ്റ്റാണ് ഒക്കെ ആയ ശ്രുതി ലക്ഷ്മിയാണ്. ശ്രുതിലക്ഷ്മി നമസ്കാരം. നമസ്കാരം. കുറേ നാളായിട്ട് ഇവിടെ വരുന്നു പോകുന്നു അല്ലേ? ഞാൻ അബുദാബിയിൽ അത്ര അങ്ങനെ വരാറില്ല. ഇപ്പം മുന്നേ വന്നത് എനിക്ക് തോന്നുന്നു കൊറോണയ്ക്ക് മുന്നേ ആണ്. ഞാൻ അത്രയും അങ്ങനെ ഫ്രീക്വൻ്റ്ലി വരുന്ന ഒരാളല്ല. വളരെ കുറവാണ് ഷോസ് ചെയ്യുന്നത്. പക്ഷെ വരുമ്പം അത്യാവശ്യം നല്ല പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമ ഇതിലേക്ക് വന്ന ബാല താരമായിട്ടാണല്ലോ വന്നത്. അതെ അതെ. അതിന്റെ ഓർമ്മകൾ എങ്ങനെയാണ്? ഞാൻ 2000-ലാണ് ഏഷ്യാനെറ്റിൽ വന്ന നിഴലുകൾ എന്ന് പറഞ്ഞ ഹൊറർ സീരിയലാണ് ഞാൻ ഫസ്റ്റ് ക്യാമറേനെ ഇങ്ങനെ ഫേസ് ചെയ്യുന്നത്. അത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് കുഞ്ഞല്ലേ, എന്തറിയാൻ, ലൈക്ക് നമ്മളടുത്ത് പറയുന്നു ഇങ്ങനെ. പക്ഷെ അത് എന്താ പറയുക, ഇന്നും എന്നെ ആൾക്കാർ ഓർക്കുന്നതും ഇന്നും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എന്നെ മെൻഷൻ ചെയ്യുന്നതും ഒക്കെ നിഴലുകളുടെ ആ ക്യാരക്ടർ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും ഭയങ്കര ഫേമസ് ആയിരുന്നു. ബാലചന്ദ്രമേനോൻ അങ്കിളുണ്ടായിരുന്നു, രവി വെള്ളത്തോള്, അങ്ങനെ ഒത്തിരി നല്ല ഒരു വലിയ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു. പിന്നെ അന്ന് ഇന്നത്തെ പോലെ അല്ലല്ലോ സീരിയൽ, ആഴ്ചയിൽ ഒരു ദിവസമാണ്. അപ്പം ചൊവ്വാഴ്ചയായിരുന്നു അത് കാണാനായിട്ട് ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ലൈക്ക് അത് അത്രയും ഇപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഏഷ്യാനെറ്റിൻ്റെ തന്നെ സിംഗപ്പൂർ ഷോയ്ക്ക് പോയപ്പോൾ ചിത്ര ചേച്ചിയൊക്കെ എത്ര പേരെ കാണുന്നതാണ്, എന്തോരം. അപ്പോൾ ചിത്ര ചേച്ചി എന്നിങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ നിന്ന് കണ്ടിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയോ, ഈ മോളുണ്ടല്ലോ നിഴലുകൾ എന്ന് പറഞ്ഞിട്ട് ആ സീരിയലിൻ്റെ കഥ പറയും. അപ്പം ചിത്ര ചേച്ചിയുടെ മനസ്സിൽ വരെ ഇങ്ങനെ ഇത്രയും വർഷങ്ങൾ, ലൈക്ക് ഇപ്പോൾ 24 വർഷമായില്ല. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണമെങ്കിൽ അത് അത്രയും ഭയങ്കര ഒരു എൻ്റെ ഇത്രയും വർഷത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. എവിടെ പോയാലും ആൾക്കാർ അത് പറയാറുണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അതും അത്രയും ഒരു പ്രേതമായിരുന്നു, കൊച്ചുകുട്ടിയിൽ പ്രേതമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അത്രയും റിയൽ ആയിട്ട് പ്രേതമാണോ? റിയൽ ആയിട്ട് പ്രേതമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് തന്നെ കിടക്കാനും ഭയങ്കര പേടിയാ. അപ്പൊ ഞാനിവിടെ ഇപ്പൊ രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള എന്താ പറയണ ഡാൻസ് ടീച്ചറുണ്ട്, പുള്ളിക്കാരിയും കൊച്ചും കൂടിയാണ് വന്നെടുക്കണത്. അപ്പൊ എന്നോട് പറയും, അപ്പൊ പുള്ളിക്കാരനെ പറയും, ശ്രുതി പണ്ട് പ്രേതമായിട്ട് അഭിനയിച്ചു, എന്നിട്ടാണ് പ്രേതം ഇത്രയും പേടി. ഞാൻ അതൊക്കെ ശരിയാണ് എന്തായാലും. അതെ, അത് ഭയങ്കര അത് ഇന്നും എൻ്റെ ഇപ്പൊ നമ്മൾ എത്ര ചെറിയ കുട്ടിയല്ലായിരുന്നു, പക്ഷെ എനിക്ക് ആ ഷൂട്ടിംഗ് എക്സ്പീരിയൻസും ഇല്ല, എൻ്റെ ഫസ്റ്റ് ടേക്ക് പോലും എൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഭയങ്കര അത് കഴിഞ്ഞിട്ട് ഇപ്പം ബാലതാരമായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയായിരുന്നു ഒരു ജേർണി? പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ആർട്ടിസ്റ്റാണ്, ലിസി ജോസ് എന്ന് പറഞ്ഞിട്ട്. അമ്മ ആ സമയത്ത് നാടകം പിന്നെ ഫിലിംസിൽ കുറേ മൂവീസിൽ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ത്രൂ ആണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പം ഈ നിഴലുകൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സിനിമ, അപ്പം നമുക്ക് സിനിമ അപ്പോൾ വർണ്ണ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് ദിലീപ് ഏട്ടൻ്റെ മൂവി, സുന്ദർദാസ് സാറ് പ്രൊഡ്യൂസ് ചെയ്ത ഡയറക്റ്റ് ചെയ്ത മൂവി. അപ്പോൾ അതിൽ എൻ എഫ് അങ്കിളുടെയും അംബിക ആൻറ്റിയിൽ, പഴയ അംബിക ആൻറ്റിയുടെയും മോളായിട്ടായിരുന്നു. അപ്പോൾ അതിൽ ദിലീപേട്ടൻ്റെ കൂടെ മറ്റേ സോങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സോങ് ഞങ്ങൾ പിള്ളേരായിട്ട് ഞങ്ങൾ 3 കുട്ടികളും ദിലീപേട്ടൻ അങ്ങനെയായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവി വർണ്ണ കാഴ്ചകൾ. ഇത് സിദ്ധു ഏട്ടൻ ത്രൂ ആണ് ഞാൻ ആ മൂവിയിൽ അഭിനയിക്കുന്നത്. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ലൈക്ക് നമ്മൾക്ക് അങ്ങനെ വലിയ മറ്റേ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നത് പോലെയാണ്. ഷൂട്ടിന് പോകുന്നു, പിന്നെ നല്ല നല്ല ഉടുപ്പിടാം. പണ്ട് അതൊക്കെയാണല്ലോ, ലൈക്ക് നല്ല പുതിയ പുതിയ ഡ്രസ്സുകൾ ഇടാം, പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ഷോട്ടിനൊക്കെ വിളിക്കുമ്പം മറ്റേ കളിച്ച് വേർത്ത് അങ്ങനെ നടക്കുമായിരിക്കും. അപ്പോൾ വാ ഷോട്ട് റെഡി എന്നൊക്കെ പറയും. നമുക്ക് ഷോട്ടൊന്നും നമുക്ക് ഇങ്ങനെ കളിച്ചാൽ മതി. അപ്പോൾ അതായിരുന്നു എൻ്റെ സിനിമയുടെ. അപ്പം അത് കഴിഞ്ഞിട്ട് സ്വയംവരപ്പന്തൽ ജയറാമേട്ടനും സംയുക്ത വർമ്മയും അങ്ങനെ ആ സമയത്ത് ഞാനൊരു 8ാം ക്ലാസ് വരെ ഒരു ഹൈസ്കൂൾ എത്തുന്നത് വരെ ഞാൻ അങ്ങനെ മൂവിയും പിന്നെ സീരിയലൊക്കെ ചെയ്ത് അങ്ങനെ
പിന്നെയാണ് ഞാൻ +2 കഴിഞ്ഞിട്ട് റോമിയോ എന്ന് പറഞ്ഞ മൂവി ചെയ്യുന്നത്. റോമിയോ ദിലീപേട്ടൻ്റെ റാഫി മേക്കാടൻ സാർ അവർ പ്രൊഡ്യൂസറും രാജസേനൻ സാർ ഡയറക്റ്റ് ചെയ്ത മൂവി അതായിരുന്നു. പിന്നെ വലുതായതിനു ശേഷം ഞാൻ എൻ്റെ ഒരു എൻട്രി. അതെ. അപ്പം ഈ ഡാൻസും അതെങ്കിലും നമ്മുടെ കുറേ ഷോസും ഒക്കെ ആയിട്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ സന്ദർശിച്ചു? ഞാൻ അത്യാവശ്യം യു എസ് പിന്നെ ഓസ്ട്രേലിയ UK അങ്ങനെ ഒരുവിധം അത്യാവശ്യം എല്ലാം. അത് വലിയ ദൈവാനുഗ്രഹമാണ്. നമ്മൾ ആസ് ആൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ഈ പറയുന്നത് പോലെ എല്ലാ സ്ഥലവും പോകാനും പിന്നെ നമുക്ക് എനിക്ക് സ്റ്റേജ് പെർഫോമൻസ് ആസ് എ ഡാൻസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യാന്ന് ഉള്ള ഒരു ഇത് എനിക്ക് അത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോയപ്പം എൻ്റെ ഡാൻസ് ഡ്രസ്സൊക്കെ ഞാൻ തന്നെ. അപ്പോൾ ഞാനിങ്ങനെ ഡാൻസ് ഡ്രസ്സ് ചോദിച്ചിട്ട് ഇനി എന്നാ ഞാൻ ഡാൻസൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ച് പോയതാണ്. പക്ഷേ ആഫ്റ്റർ മാരേജ് ഒക്കെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റി. കല്യാണത്തിന് ശേഷമാണ് എനിക്ക് മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പോൾ എനിക്കതിനോട് ഭയങ്കര പാഷനാണ്. എനിക്കിഷ്ടമാണ് ഡാൻസ് സ്റ്റേജിൽ കളിക്കാനും ലൈവായിട്ട് കിട്ടുന്ന ഒരു ഇതൊക്കെ ഭയങ്കര സത്യം. സ്റ്റേജ് എപ്പോഴും കാരണം സ്റ്റേജിൽ നമുക്ക് റീടേക്കുകളില്ലല്ലോ എല്ലാവരും പറയുന്നത് പോലെ. ഇപ്പോൾ ഒരു ഡാൻസ് ആണെങ്കിൽ ഒരു 5 മിനിറ്റ്സിൽ നമുക്ക് എന്താണോ അവിടെ ചെയ്യാൻ പറ്റുന്നത് അതാണ്. അല്ലാതെ അയ്യോ കട്ട് ഒന്നൊന്ന് ശരിയാക്കിയിട്ട് വരട്ടെ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എത്ര സ്റ്റേജ് ചെയ്ത് അപ്പോൾ ഞാൻ ഒത്തിരി സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടിയും നമുക്ക് സ്റ്റേജിൽ കയറി ഫസ്റ്റ് ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേനും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അതെ അതെ. പിന്നെ ഈ ഡാൻസ് ഏത് പ്രായം മുതലാണ് ഡാൻസ് പഠിച്ചു തുടങ്ങിയത്? ഞാൻ എന്നുവെച്ചാൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ നാട്ടിൽ എൻ്റെ നാട് ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂരാണ്. അപ്പോൾ ഇന്നത്തെ പോലെ അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഡാൻസ് പഠിപ്പിക്കാൻ. അപ്പം അവിടെ ഷീല ലീല എന്ന് പറഞ്ഞിട്ട് ട്വിൻസ് ടീച്ചേഴ്സ് അവർ വേറൊരു പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുകുലം പോലെയാണല്ലോ. അവർ വേദാനന്ദൻ മാസ്റ്റർ അടുത്ത് പോയി പഠിച്ച് അവരാണ് വന്നിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഞാൻ ബേസ് പഠിച്ചത് ഭരതനാട്യമാണ്. ഭരതനാട്യം പഠിച്ചു അരങ്ങേറി. പിന്നെ നമ്മൾ ഷോസിന് കൂടുതലും ഭരതനാട്യം അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ സിനിമാറ്റിക്കും ഫാസ്റ്റ് നമ്പേഴ്സും കൂടുതലും അങ്ങനെയാണല്ലോ കൂടുതലും ഓഡിയൻസ്. പിന്നെ ഞാനിപ്പോൾ കൂടുതൽ കുറച്ചും കൂടെ സെമിയോ അല്ല അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മുടെ ഉള്ളിലൊരു ബേസ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ അത് ചെയ്യാനായിട്ടാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ആൾക്കാർ ഒരു ഫാസ്റ്റ് നമ്പർ ശ്രുതി എപ്പോഴും വിളിക്കുന്നത് അതിനാണ്. ഇങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു ക്ലാസിക്കലൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെ അതെ അതെ. ഏത് ടൈമിലാണ് വിവാഹം കഴിഞ്ഞത്? ഞാൻ 2016. പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രണയം അടിപൊളിയല്ലേ? എപ്പോഴും പ്രണയമാണല്ലോ ഒരു മനുഷ്യനെ മുന്നോട്ടേക്ക്. പ്രണയമില്ലാത്തൊരു സ്ഥലം ലൈക്ക് മരുഭൂമി പോലെയാണെന്നല്ലേ പറയാറ്. പക്ഷെ ഇവിടുത്തെ നിങ്ങളുടെ മരുഭൂമി അടിപൊളിയായിട്ടോ. അതുകൊണ്ട് മരുഭൂമി വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേറെ എന്താ വെച്ചാൽ ലൈക്ക് പ്രണയമില്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡ്രൈ ലൈക്ക് മറ്റേതാകുമ്പോൾ നമ്മൾക്ക് കളർഫുൾ ആയിരിക്കും ഭയങ്കര. അതൊരു അടിപൊളി ഫീലിംഗ് ആണ്. ഇപ്പം എൻ്റെ ലവ് കം അറേഞ്ച്ഡ് എന്ന് പറയാം. അതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങളിപ്പോഴും ലൈക്ക് ഇങ്ങനെ പിള്ളേരെ പോലെ ഇങ്ങനെ ഓടിച്ചായിട്ട് നടക്കുന്നുണ്ട്. സ്റ്റിൽ അതിങ്ങനെ ഒരിങ്ങനെ പോകുന്നുണ്ട്. അത് ഭയങ്കര ഇഷ്ടം, ഭയങ്കര രസമാണ് അത്. ഓക്കെ. പിന്നെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരുന്നു? സിനിമ ഞാൻ റോമിയോ അതൊക്കെ ഇപ്പോഴും നമുക്ക് റോമിയോ എനിക്കിഷ്ടമാണ്. കോളേജ് കുമാരിൽ ലാലേട്ടൻ അനീതിയായിട്ടുള്ള ക്യാരക്ടർ എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയത് ഞാൻ 2016 പോക്കുവെയിൽ എന്ന് പറഞ്ഞിട്ട് KK രാജീവ് ഡയറക്റ്റ് ചെയ്ത സീരിയൽ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ചെയ്തിരുന്നു. അതിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആ വർഷത്തെ. അപ്പോൾ അത് എൻ്റെ വെച്ചാൽ ലൈക്ക് നമുക്ക് ആ സമയത്തൊന്നും ഞാൻ വന്ന ടൈം 2007 എന്നൊക്കെ പറഞ്ഞ സിനിമ ഒരു മാറ്റത്തിലേക്കൊക്കെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അന്നൊന്നും സിനിമയിൽ നമുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. ലൈക്ക് കുറച്ച് സീൻസ് ഉണ്ടാവും, എന്തെങ്കിലും പാട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആണല്ലോ. അങ്ങനെ ഒരു പിന്നെ ഇപ്പോഴാണല്ലോ ഭയങ്കരമായിട്ട് ഹീറോയിൻസിനോ അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സിനൊക്കെ പെർഫോം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പം ഞാനന്ന് സിനിമ ചെയ്തിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ശ്രുതി അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ അഭിനയിച്ചാൽ നമുക്ക് സിനിമയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സീരിയലിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി ഏഷ്യാനെറ്റിൽ സീരിയൽ ചെയ്താണ്. അപ്പം ഇങ്ങനെ ചോദിക്കായിരുന്നു ശ്രുതി സീരിയൽ ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു. അപ്പോൾ നമ്മളെന്ന് പറയും അയ്യോ സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ സിനിമയിലേക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അന്നുണ്ട് ഇന്നുണ്ട് തോന്നും, മേ ബി എനിക്കറിയില്ല.
അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് നോക്കാം, എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കുന്നൊന്നും എൻ്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് പോക്കുവയിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് എന്തോ കാരണത്താൽ അത് മാറ്റി എന്നെ ഇങ്ങനെ വിളിച്ചപ്പോഴത്തേനും കല്യാണം കഴിഞ്ഞ് 15 ദിവസമേ ഉള്ളൂ. അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് വല്ല കുടുംബിനി ആയല്ലോ, മറ്റേ ഇതൊക്കെ മറ്റേ വീടുകളിൽ വിരുന്നിനൊക്കെ പോകണം. ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെ വിരുന്നിനൊക്കെ പോയിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ശ്രുതി ഇങ്ങനെ. അപ്പം കെ രാജു എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്. സാറിൻ്റെ ലൈക്ക് പണ്ടത്തെ സ്വപ്നം, ഓർമ്മ, അങ്ങനെ ഒത്തിരി നല്ല അതിൻ്റെ വലിയൊരു ആരാധികയായിരുന്നു ഞാൻ. അപ്പം കെ രാജു സാറിൻ്റെ സീരിയൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്താണല്ലോ നമുക്ക് ചോദിക്കേണ്ടത്, അതുവരെ അമ്മയും അച്ഛനാണല്ലോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചപ്പം അവരത്രയും ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. അപ്പോൾ പറഞ്ഞു അതിനെന്താ ശ്രുതി പോയിക്കോ. അപ്പം ഞാൻ പറഞ്ഞു വിരുന്നിനൊക്കെ പോകണ്ടേ, അല്ലെങ്കിൽ ബന്ധുക്കളാണ്, അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനത്തെ ചാൻസ് ഒക്കെ വല്ലപ്പോഴല്ലേ വരുള്ളൂ എന്നും പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 15-ാമത്തെ ദിവസം ഞാൻ വീണ്ടും പിന്നെ ലൈക്ക് അതൊരു 1 ഇയർ ഉണ്ടായിരുന്നു. 1 ഇയറിനോട് അടുപ്പിച്ചുണ്ടായിരുന്നു, ഒരു അത്ര ഉണ്ടായിരുന്നു സീരിയൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഇങ്ങനെ ഓരോ ഇത് ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ഓരോ ക്യാരക്ടർ ചെയ്തു, അപ്പോൾ നമുക്ക് ഇതായിരുന്നു ഇഷ്ടപ്പെട്ടത്, മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് ഇന്നൊരു ഇത് ചെയ്യണം അല്ലെങ്കിൽ? അയ്യോ തീർച്ചയായിട്ടും. ഞാനൊക്കെ ഭയങ്കരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല ക്യാരക്ടറുകൾ ചെയ്യണം എന്ന് ആഗ്രഹം. ഞാനൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ കുറച്ചാണ്. ലൈക്ക് പിന്നെ ഞാനും അതിനായിട്ട് എഫേർട്ട് എടുത്തിട്ടില്ല. ഞാനും കുറേ നാൾ ഓക്കെ നല്ലത് വരട്ടെ അങ്ങനെയല്ല, നമ്മൾ ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം. പക്ഷെ ഇന്നത്തെ ബുദ്ധി അന്നില്ലല്ലോ, നമ്മൾ ഓരോ പ്രായം കൂടുന്നോറുവാണല്ലോ നമുക്ക് ലൈക്ക് ഒരു മെച്യൂരിറ്റി ഉണ്ടാകുന്നത്. അപ്പം ഈ സംസാരം കേട്ട ആൾക്കാർ ഒരു എന്ത് മെച്യൂരിറ്റിയാണ്, അങ്ങനെയല്ല, നമ്മുടെ ചിന്തകൾക്കൊരു ഇത് വരുമല്ലോ. വേറെ ഇതിന്റെ ഇടയിൽ കൂടെ ഈ സൗന്ദര്യ രഹസ്യം എന്താണ്? സൗന്ദര്യത്തെ കുറിച്ച് ഇത് അടിയിൽ കമന്റ് ഒക്കെ ഇടുന്ന പരിപാടിയാണ്. എൻ്റെ ദൈവമേ വേണ്ട, അങ്ങനെയല്ല കേട്ടോ. ഞാൻ വർക്കൗട്ട് ചെയ്യും. ഈവൻ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കയറിയിട്ട് നമുക്ക് ഡാൻസ് കളിക്കുമ്പോൾ കിതയ്ക്കാൻ പാടില്ലല്ലോ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡാൻസ് ആൾക്കാർ മൊബൈൽ എടുത്ത് യൂട്യൂബിൽ ഇടുമല്ലോ. അപ്പം നമ്മൾ നന്നായിട്ട് കളിക്കും, നമ്മൾ ഫിറ്റ് ആയിരിക്കണം ബോഡി. ഞാൻ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യും. എനിക്ക് ഭയങ്കര ഫുഡ് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ അത് കൺട്രോൾ ചെയ്തിട്ട് ജിമ്മിൽ പോവും, വർക്കൗട്ട് ചെയ്യും. ആൾക്കാർ കാണുമ്പോഴത്തേനും നല്ലതെന്ന് പറയുമ്പോൾ കേൾക്കാനല്ലേ നമുക്ക് ആഗ്രഹം. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ 2007 ഞാൻ നായികയായിട്ട് റോമിയോ ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇപ്പം കാണുമ്പോഴും എന്നുവെച്ചാൽ അങ്ങനെയെന്ന് പറഞ്ഞത് കേൾക്കാൻ. അപ്പം നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് ഇച്ചിരി അത്ര ഈസി അല്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒഴിവാക്കണം. പിന്നെ നമ്മൾക്കിപ്പോൾ വയ്യെങ്കിൽ കൂടിയും നമ്മൾക്ക് ചിലപ്പം ഇപ്പം വെച്ചാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്മൾ ചുറ്റും ഭയങ്കര നെഗറ്റീവ് ന്യൂസുകളും ഭയങ്കര സ്ട്രെസ്ഫുള്ളൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മളെ പുഷ് ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പം വീട്ടിലുണ്ട്, ഹസ്ബൻഡുണ്ട്, അമ്മയുണ്ട്, അച്ഛനൊക്കെ. പക്ഷെ നമുക്ക് തന്നെത്താൻ ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ നമ്മൾ തന്നെത്താൻ പുഷ് ചെയ്തിട്ട് അത് പക്ഷെ ഒരു റൂട്ടീനായി കഴിഞ്ഞാൽ ഓക്കെയാണ്. അതുപോലെ തന്നെ ബാലേന്ദ്ര മേനോൻ സാറിന്റെ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ കുഞ്ഞില്. അതെ. എന്തായിരുന്നു എക്സ്പീരിയൻസ്? അങ്കിൾ എത്രയോ ആർട്ടിസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്, ശോഭന മാമിനൊക്കെ പോലെ. അപ്പം ഞാൻ കുഞ്ഞിതല്ലേ. അപ്പം ഇത് ആക്ച്വലി അന്ന് സീരിയൽ ഇപ്പം ചെയ്യുന്നു, പിന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയല്ല, കുറേ എടുത്ത് വെച്ചിട്ടാണ് സീരിയൽ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്നെ കണ്ടപ്പോൾ ഓക്കെ കൊച്ചുകുട്ടി. പക്ഷെ അവർക്ക് ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് നന്നായിട്ട് അറിയാം. കാരണം ഈ കുട്ടിയാണ് വെച്ചാൽ മുത്തശ്ശീനെ കൊല്ലുന്നു, മുത്തശ്ശിയുടെ ആ ഒരു ആത്മാവ് കയറിയിട്ട് ലൈക്ക് വേറെ ഇങ്ങനെ കാണിച്ചു കൂട്ടലുകളൊന്നുമില്ല, ഓരോ ലുക്കിലും ഡയലോഗ്സിലൊക്കെയാണ് ഫുൾ ഇതുള്ളത്. അപ്പം അവരൊക്കെ ഇങ്ങനെ ഇത് ആരാ ചെയ്യണേന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പക്ഷേ ഇത് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പം അങ്കിൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ടെലികാസ്റ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ ലക്ഷ്മി മോൾ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ ലക്ഷ്മി മോളെ കുറിച്ചാണല്ലോ എല്ലാവർക്കും സംസാരം, നല്ല പെർഫോമറാണ് കേട്ടോ വെച്ചാൽ അങ്ങനെ സംസാരിച്ചു. അതൊക്കെ ഈ പറയുന്നത് പോലെ അത് വലിയ ജയറാമേട്ടൻ, ഞാൻ സ്വയംവരപന്തിൽ ചെയ്യാൻ പോയപ്പോൾ ജയറാമേട്ടൻ ആ സീരിയലിലെ ഡയലോഗ്സ് അന്ന് മമ്മൂക്കയുടെ അനിയൻ വന്ന സമയത്ത് എന്നിങ്ങനെ മടിയിലിരുത്തിയിട്ട് പറയാം, ഈ കുട്ടി ഉണ്ടല്ലോ ഒരു സീരിയൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്നെ കാണുമ്പം ഞാനതിൽ ബാജിരുവാനങ്ങളടുത്ത് പറഞ്ഞ ഡയലോഗൊക്കെ ഉണ്ട്, കൊല്ലും ഞാൻ, അതൊക്കെ ജയറാമേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പം അത്രയും ആ ഒരു അതെ ഞാൻ ചെയ്യുന്ന പോലെ അന്ന് ഞാനൊരു വെള്ള ബെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ. അപ്പം അങ്ങനെ എന്നെ എങ്ങനെ പറയണം. അപ്പം അതൊക്കെ അന്നൊക്കെ നമ്മൾ കൊച്ചുകുട്ടികളല്ലേ, ഹായ് അപ്പം ആരെങ്കിലും എന്തെങ്കിലും മിഠായി തരുന്നുണ്ട് നോക്കി ആ വഴി പോകും. പക്ഷെ ഇന്നത് ഓർക്കുമ്പോൾ അതൊക്കെ വലിയൊരു അത് മലയാള മനോരമയിൽ ഒരു പത്രത്തിൽ കാർട്ടൂൺ അന്നതൊക്കെ ഇങ്ങനെ വരയ്ക്കുമല്ലോ. അപ്പം
ഞാൻ ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ വന്നിട്ട് കാർട്ടൂണിൽ എഴുതിയേക്കാം. അപ്പോൾ ഈ മറ്റേ ചോദിക്കില്ല എന്നെ ചുണ്ണാമ്പോ വെറ്റില് വേണമെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയാ ചുണ്ണാമ്പോ വെറ്റിലൊന്നും വേണ്ടെങ്കിലേ എനിക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും തന്നാൽ മതി. ലൈക്ക് അത് അങ്ങനെ ഒരു ഇതായിരുന്നല്ലോ. കാരണം എല്ലാവരും വലിയ വലിയ പ്രേതങ്ങളല്ലായിരുന്നു. അന്ന് ആദ്യമായിട്ടായിരുന്നു ഒരു കുട്ടി പ്രേതത്തിന്റെ. ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ കൊച്ചുകുട്ടി. അപ്പൊ അങ്ങനെ അതിന്റെ സ്ക്രിപ്റ്റ് ഡയറക്ടർ രഞ്ജിത് ശങ്കർ ആയിരുന്നു. നമ്മുടെ പാസഞ്ചറിന്റെ ഒക്കെ ഡയറക്ടർ രഞ്ജിത്തേട്ടനായിരുന്നു. പുള്ളി എനിക്കൊന്ന് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് അങ്ങനെയായിരുന്നു. സോ അതൊക്കെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ച പോലെ കുറേ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, അത് നമ്മുടെ മനസ്സിലെ ഭയങ്കര പാഷനാണ് സിനിമ. ആക്ടിങ് എന്നൊക്കെ പറയുന്നത് അതിന് നമ്മളുടെ ഒരു രക്തത്തിലുണ്ട്, മനസ്സിലുണ്ട്. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ ഷോ കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് യാത്ര? ഇവിടുന്ന് ഇപ്പം എനിക്ക് ഫ്ലൈറ്റ് കയറാൻ ഭയങ്കര പേടിയാ. ഞാൻ മറ്റേ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് കയറിയിട്ട് ഞാനിത് എടുക്കാൻ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാൻ. ഞാൻ വിളിച്ചിട്ട് ഞാൻ ഹസ്ബൻഡ് എടുത്ത് ഞാൻ ഇറങ്ങുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനായിരുന്നു. എന്നിട്ട് ഇപ്പുറത്ത് ഒരു അങ്കിൾ ഇരിക്കുക കേട്ടോ. അപ്പോൾ അങ്കിളും ഭയങ്കര പ്രാർത്ഥന കേട്ടോ. എനിക്ക് അറിയത്തുള്ളൊരു അങ്കിള് ഒരു ആൻറ്റി കേട്ടോ, പ്രായമുള്ളവർ. അവരെന്തോ മക്കളുടെ അടുത്തേക്ക് വരിക, അവരേ ഇരുന്ന് പ്രാർത്ഥന കേട്ടോ. അപ്പൊ എനിക്ക് പിന്നെ കുറച്ചും കൂടെ കൂടി. എന്നിട്ട് ഞാൻ ആദ്യമൊക്കെ ഇരുന്ന് വലിയ സ്റ്റൈലാക്കിയിരുന്നു. അയ്യോ അങ്ങനെ അപ്പൊ അങ്കിള് പേടിക്കണ്ട കേട്ടോ. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം ഒറ്റ ഒരു ഫ്ലൈയിങ്ങില് ഇപ്പം ഓക്കെ ആയി. അത് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റിന്റെ ഒരു ക്രാഷ് എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം സംഭവിക്കുന്നതാണ്. നമ്മളിപ്പോ റോഡ് ബൈക്ക് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, അങ്ങനെയുള്ള ഡെയിലി ആയിരക്കണക്കിന് ഇതാണ് നടക്കുന്നത്. അത് വെച്ചിട്ട് ഇത് വളരെ റയർ ആയിട്ടുള്ള സംഭവം. നമ്മൾ അത്രയ്ക്ക് ഭയക്കേണ്ട കാര്യം. ഞാൻ ഇത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ചാടി ഇറങ്ങാനും പറ്റില്ല അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് 22 ഓസ്ട്രേലിയ പോവും. ഷോ ഉണ്ട് ഇവിടെ. 26 ഡാൻസ് സ്കൂളിന്റെ സെലിബ്രേഷൻ. അപ്പൊ അങ്ങനെ. എത്ര ദിവസം ഉണ്ടോ ഓസ്ട്രേലിയയിൽ? അത് ഞാൻ ഓസ്ട്രേലിയ മുന്നേ പോയിട്ടുണ്ട്. ഞാനും ഹസ്ബൻഡൊക്കെ കൂടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ കുറെ പോയിട്ടുള്ളത്. അപ്പം ഇത് 22 പോയിട്ട് ഞാൻ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ചേച്ചിയുടെ മോള് ബഹ്റൈനിന്ന് വന്നിട്ടുണ്ട് വെക്കേഷനൊക്കെ. അപ്പോൾ അവള് കുഞ്ഞ് 3.5 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ അവളുടെ കൂടെ നിൽക്കേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് സ്ഥലങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അവളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ. അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ ടി വി ആയിട്ട് ഇത്രയും സമയം തന്നതിലും ഒരുപാട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. തീർച്ചയായിട്ടും നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ഒരു ഇതിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.